ഈ 3 സമയം കഴിവതും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വഴക്ക് പറയരുത്. ബാക്കിയുള്ള സമയത്ത് ഈ പറയണമെന്നല്ല, പക്ഷേ ഈ ഒരു സമയത്ത് ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ പറയരുത്. അവരെ അത്രത്തോളം അത് അഫക്റ്റ് ചെയ്യുന്ന സമയമാണത്. രാവിലെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുന്ന സമയം സന്തോഷത്തോടെ സ്നേഹത്തോടെ മാത്രം ഉണർത്തുക. അതിനെപ്പറ്റി ഞാൻ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് കമൻറ്റിൽ കൊടുക്കാം, അതൊന്ന് കണ്ടോണം കേട്ടോ. പിന്നൊരു സമയം അവർ സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂൾ ബസ്സൊക്കെ വരാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയം. മൂന്നാമത്തേത് അവരുമായി കിടന്നുറങ്ങുമ്പോൾ അവർ ഉറങ്ങാൻ പോകുന്ന സമയം. ഈ 3 സമയത്ത് ഏറ്റവും അവർ സെൻസിറ്റീവായിട്ടിരിക്കുന്ന സമയമാണെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേറ്റ് വരുമ്പം നെഗറ്റീവ് പറഞ്ഞ് നമ്മൾ വഴക്ക് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച അന്നത്തെ ദിവസം മുഴുവൻ അവരുടെ പോക്കാണ്. രണ്ടാമത്തെ സമയം കുഞ്ഞു കുട്ടികളാണ്, സ്കൂളിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇവരിപ്പോഴും അത് അഡ്ജസ്റ്റായി വരുന്നതേ ഉള്ളൂ അല്ലേ. ആ റുട്ടീനും ഒക്കെ ആയിട്ട് അമ്മയോ അച്ഛനെയോ കെയർ ഗിവേഴ്സിനോ ഒക്കെ വിട്ട് ആ സ്കൂളിലേക്ക് പോകുന്ന സമയം. അത് അവർ തന്നെ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് അതൊരു റുട്ടീനാക്കി മാറ്റി അവർ സെറ്റായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ സമയത്ത് അവരോട് വഴക്ക് പറയുകയോ അവരോട് ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്ത് അവരെ സ്കൂളിലേക്ക് അയക്കരുത്. പിന്നെ അവർ എത്രയോ നേരം കഴിഞ്ഞാൽ നമ്മളെ കാണുന്നത്, ആ നേരം മുഴുവൻ അവരുടെ മനസ്സിൽ അതൊരു കരടായിട്ട് കിടക്കും അല്ലേ. അപ്പോൾ ആ സമയം പ്രത്യേകിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ സന്തോഷമായിട്ട് പോകാൻ ശ്രദ്ധിക്കണം. പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മൾ ധൃതി വെച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിടാനായിട്ടിരിക്കുമായിരിക്കും. ഭക്ഷണം അവർ മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടാവില്ല, വേഗം കഴിക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ടാവും. ഷൂസ് ഇടാൻ പറഞ്ഞിട്ട് അവർ ഷൂസ് ഇടാതെ അവിടെ വെറുതെ നിൽക്കുമായിരുന്നായിരിക്കും. സമയം പോയിട്ടുണ്ടാവും, നമുക്ക് റെഡിയാവാൻ സമയം താമസിക്കുന്നുണ്ടാവും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ കഴിവതും നമ്മളത് വളരെ നോർമലായിട്ട് അധികം ദേഷ്യപ്പെടാതെ, വീണ്ടും വീണ്ടും പറയേണ്ടിയൊക്കെ വന്നാലും ഒരുപാട് അങ്ങ് ദേഷ്യപ്പെട്ട് അവരെ വിഷമിപ്പിക്കാതെ, അവരുടെ മനസ്സിൽ വിഷമം തോന്നുന്ന തരത്തിൽ വഴക്ക് പറയാതെ ഡീൽ ചെയ്യാൻ ശ്രമിക്കണം. എനിക്കറിയാം, രാവിലത്തെ റഷൊക്കെ എനിക്കും അറിയാം. നമ്മുടെ കിളി പോകുന്ന ഒരവസ്ഥയാണ് രാവിലെ. നമുക്കും റെഡിയായി പോകണം, അവരെയും പറഞ്ഞു വിടേണ്ടൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ കിച്ചണിലെ കാര്യം നോക്കണം, ഇവർക്കെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കണം, എല്ലാം ബാഗിനകത്താക്കണം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ ഒരു സമയം നമ്മൾ ഓർത്ത് നോക്കിയേ, നമുക്ക് ഈ വഴക്ക് പറഞ്ഞേച്ചേ സോറി അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നുകൊണ്ട് പറഞ്ഞു പോയാന്ന് നമുക്കൊന്ന് പറയണമെങ്കിൽ തന്നെ വൈകുന്നേരം വരെയാണോ അല്ലേ. അവർ സ്കൂളിൽ നിന്ന് വന്ന് നമ്മൾ ഓഫീസിൽ നിന്ന് അന്നൊക്കെ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ആ ദിവസം മുഴുവൻ അവരുടെ സ്പോയിൽ ചെയ്യാതിരിക്കാനായിട്ട് സ്കൂളിലേക്ക് കുട്ടികൾ റെഡി ആയിരിക്കുമ്പോൾ അവരോട് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ തന്നെ ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി രാത്രിയിലത്തെ കാര്യം, അതൊരു ഭയങ്കര സ്പെഷ്യൽ സമയമാണ് കേട്ടോ. നിങ്ങൾ എത്ര പേര് അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നമ്മുടെ പേരൻസും ചിൽഡ്രനും തമ്മിൽ ബോണ്ട് ചെയ്യാൻ പറ്റിയ മറ്റൊരു സമയമില്ല. രാത്രി കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്ന സമയം. ഇത്ര മാജിക്കലായിട്ടുള്ളൊരു സമയമാണ് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ രാത്രി കിടക്കുന്ന സമയം. അവർ അന്നത്തെ ദിവസം മുഴുവൻ അറിഞ്ഞ കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളും അവർ ഒന്ന് അയവിറക്കുന്ന സമയമാണത്. അവരത് ഇംബൈവ് ചെയ്യുന്നൊരു സമയമാണത്. ആ സമയത്ത് അവരെ വഴക്ക് പറയരുത്. ആ ഒരു വിഷമത്തോടെ ആയിരിക്കും അവർ കിടന്നുറങ്ങുന്നത്. ആ ഒരു വിഷമമുണ്ടല്ലോ, നമ്മൾ അറിയാതാണെങ്കിലും വഴക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു നോവായിട്ട് കിടക്കും. അതേസമയം ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മക്കൾ ചെയ്തത്, സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, എന്തൊക്കെ പഠിച്ചു, നമ്മൾ എന്തൊക്കെ വർത്തമാനം പറഞ്ഞു എന്നുള്ളത് ഇന്നത്തെ ദിവസത്തെ ഒരു അയവിറക്കലാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതൊരു ബ്യൂട്ടിഫുൾ ഇതായി മാറും. കാരണം ആ സമയത്ത് കുറച്ചുകൂടെ തുറന്ന് നമ്മുടെ കുട്ടികൾ സംസാരിക്കും. പലപ്പോഴും ഇവരുടെ ബിഹേവിയർ മനസ്സിലാവാതെ വരുമ്പോൾ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ഞാൻ അവരോട് തന്നെ ചോദിക്കുന്നത് ഈ സമയത്താണ്. ആ സമയത്താണ് അവർ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള മറുപടികൾ എനിക്ക് തരാറുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന്, എന്തെങ്കിലും ഒരു സാധനം അവർ ഉപയോഗിക്കുന്ന വഴി നശിപ്പിക്കപ്പെട്ടു എന്ന് വിചാരിച്ചോ, എന്തെങ്കിലും ഒടിഞ്ഞു പോയി പൊട്ടിപ്പോയി, പീലി ഉടൻ തന്നെ റിയാക്ട് ചെയ്യും. പീലിക്ക് ഭയങ്കര സങ്കടമാണ്, പീലി കരയും, അയ്യോ അത് പോയേ എന്ന് പറഞ്ഞ് കരയും. സാവൻ അന്ന് അതേസമയം റിയാക്ട് ചെയ്യില്ല. സാവൻ്റെ ഇരിപ്പ് കണ്ട ഒരു കൂസിലില്ല, അത് പോയി എന്നുള്ള മട്ടാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ മോശമായി പോകുന്നത് ഒരു തെറ്റല്ല, പക്ഷേ അതിനെപ്പറ്റി ഒരു കൂസലില്ലാതിരിക്കുന്നത് അതൊരു പ്രശ്നമല്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് ദാറ്റ്സ് എ പ്രോബ്ലം അല്ലേ. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതെനിക്കത് ഭയങ്കര ഒരു ഇഷ്യൂ ആയി മാറിയിട്ടുണ്ടായിരുന്നു. എന്താ ഇവനതൊരു റിഗ്രറ്റ് തോന്നുന്നില്ലേ, ഇവനതൊരു പ്രശ്നമില്ലേ, അത് പോയി എന്ന് പറയുമ്പോൾ എന്താണ് അങ്ങനെ കളഞ്ഞെന്ന് ചോദിക്കുമ്പോഴത്തേനും അവൻ വേറെ എന്തെങ്കിലും അതൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. അതിനെപ്പറ്റി നമ്മൾ ചോദിക്കുന്നതിന് പോലും ആൻസർ തരില്ല. പോയി എന്നൊക്കെ ചിലപ്പം നമ്മൾ കുറേ തവണ ചോദിച്ചു കഴിയുമ്പോൾ പറയാം അതെന്താണ് അവൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. പൊതുവേ അങ്ങനെ എന്തെങ്കിലും നശിപ്പിക്കുന്ന സ്വഭാവമുള്ള ഒരാളല്ല അവൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിതുപോലെ അവനോട് ചോദിച്ചു, സാവൻ നമ്മൾ എന്തെങ്കിലും സാധനം നിൻ്റെ കയ്യിൽ നിന്ന് മോശമാവുകയൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് സത്യത്തിൽ വിഷമം വരുന്നുണ്ടോ? പിന്നെ അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പിന്നെ എന്താ അത് എക്സ്പ്രസ് ചെയ്യാത്തത്? ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി പോവും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര റിഗ്രറ്റ് ആയിപ്പോയി. അപ്പോൾ എൻ്റെ വിചാരം എന്താ, ഇവന് യാതൊരു വിഷമവും ഇല്ല,
അതുകൊണ്ടാണ് ഇവനിത് കാണിക്കാത്തതെന്നല്ലേ. സത്യത്തിൽ അവനത് ഭയങ്കര വിഷമമായിട്ട് അവനതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് മറ്റു പലതും ചെയ്ത്. അത് ഞാൻ തിരിച്ചറിയാതെ പോയി ഞാൻ അതിനെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഓൾറെഡി അവൻ ആ റിഗ്രറ്റും ആ ഹേർട്ടും ആ വിഷമവും ഒക്കെ മാനേജ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുകയാണ്. അതുകൊണ്ടാണല്ലോ അവൻ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. വേറെ ഓരോന്നൊക്കെ ചെയ്തും അതിനെപ്പറ്റി മൈൻഡ് ചെയ്യാതെ അതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കാതെയൊക്കെ ഇരുന്ന് അവനത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അതിന് കുറേ കൂടെ ദേഷ്യപ്പെടുന്നത്. അവൻ എന്നോട് പറയാണ്, എനിക്ക് ഭയങ്കര വിഷമമായി പോകും ഞാൻ പിന്നെ അതിനെപ്പറ്റി പറയുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് പക്ഷേ ആ സമയം തന്നെ പീലി പറയാൻ തുടങ്ങി, ഞാൻ കഴിഞ്ഞ ദിവസം അത് ഒടിച്ചു കൊടുത്തിട്ട് എനിക്കിപ്പം വിഷമം വരുന്നു, അമ്മ എന്തിനാ അത് പറഞ്ഞത്? അവളുടെ വിഷമം അവൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? കരഞ്ഞാണ്. അവൻ്റെ വിഷമം അവൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്തേ? അവൻ ഡിസ്പ്ലേസ് ചെയ്യാണ് ചെയ്തത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോന് വിഷമം വന്നാൽ മോനത് അമർത്തി വെക്കുകയൊന്നും വേണ്ട. മോന് വിഷമം വന്നാൽ മോൻ കരഞ്ഞോ? മോനെ അമ്മയോടോ അച്ഛനോടോ പറഞ്ഞോ? അമ്മയും അച്ഛനും അല്ലാതെ ആരാണ് അതൊക്കെ കേൾക്കാനുള്ളത്? മോനൊരു സാധനം ഒടിഞ്ഞു പോയെങ്കിൽ അമ്മയ്ക്കും വിഷമം വരും. അമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങനെ പറ്റിപ്പോയോ എന്നോർത്ത് വിഷമം വരും. ചിലപ്പോൾ അമ്മ കരഞ്ഞെന്നും വരും. പിന്നെ അമ്മ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അത് പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും അതിനൊരു റീപ്ലേസ്മെൻറ്റ് വാങ്ങിച്ച് വെക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. അത് നല്ലതുമല്ല. പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതുകൊണ്ട് മൂവ് ഓൺ ചെയ്യാൻ. നമ്മളതിനെ അവോയ്ഡ് ചെയ്താൽ ഒരിക്കലും നമ്മുടെ ആ വിഷമം മാറില്ല. അതിങ്ങനെ നമ്മുടെ ഉള്ളിൽ നോവായിട്ട് കിടക്കുമെന്ന് പറഞ്ഞു. ഈ ഒരു കോൺവെർസേഷനൊക്കെ നടന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ്. ഏറ്റവും ക്ലാരിറ്റിയോടെ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നതും ആ സമയത്താണ്. മറ്റൊരു കാര്യമുണ്ട്, ഈ ഒരു സമയത്താണ് സാവനൊരു സ്വഭാവമുണ്ട്. അതുവരെ അവൻ പഠിച്ച കാര്യങ്ങളെല്ലാം അവൻ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. രാവിലെ എന്താ പഠിച്ചേ, സ്കൂളിൽ പോയപ്പോൾ എന്താ പഠിച്ചേ, പുതിയ വാക്കുകൾ എന്തോ പഠിച്ചേ, അഡീഷൻ ആണെങ്കിൽ അവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. 6+4 10 അല്ലേ അമ്മേ, 20+30 50 അല്ലേ അമ്മ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവൻ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് പതിയും. അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോകണം, സ്കൂളിൽ തോട്ട് ഫോർ ദ ഡേ പറയണം, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പകലൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ 2 തവണ നല്ല ക്ലിയറായിട്ട് ഇതങ്ങ് പറയും. അവനെ കൊണ്ട് പറയിപ്പിക്കൊന്നുമില്ല. ഞാൻ നല്ല ശക്തമായിട്ട് വ്യക്തമായിട്ട് ഈ സാധനം 2 തവണ പറയും. സെറ്റായിരിക്കും. അത് അവൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കും. പിറ്റേ ദിവസം ചോദിക്കുമ്പോഴത്തേനും മണമണ വെള്ളം പോലെ അത് പറയും. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ആ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയം. അത് കഴിഞ്ഞ് അവർ ഉറങ്ങി പോകും. ആ ഒരു സമയം ഭയങ്കര നല്ലൊരു സമയമാണ്. കുഞ്ഞുങ്ങളുമായിട്ട് നമുക്ക് ബോണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. എൻ്റെ ഹസ്ബൻഡ് പലപ്പോഴും അത് സയൻസുമായിട്ടുള്ള കൗതുകം നിറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറയാനാണ് ഉപയോഗിക്കുന്നത്. ഈ സോളാർ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്കടിയിലെ ലെയേഴ്സ്, ഭൂമിക്ക് മുകളിലെ ലെയേഴ്സ്, ഡൈനോസോഴ്സ്, അങ്ങനത്തെ പല സബ്ജക്ട്സും അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഹസ്ബൻഡ് ഉപയോഗിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി എന്ത് ചോദിച്ചാലും അവർക്ക് അറിയായിരിക്കും. അപ്പം പല സമയത്തും അവരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നിനക്കിതൊക്കെ എവിടെ നിന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛൻ പറഞ്ഞു തരുന്ന എന്ന് പറയുമ്പോൾ, അപ്പോൾ അച്ഛൻ പറഞ്ഞു തരുന്നതെല്ലാം ഈ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഞാൻ കണ്ടുകൊണ്ട്. ഞങ്ങൾ മാറി ഞങ്ങളുടെ സമയം അനുസരിച്ചാണ് ഇങ്ങനെ കുട്ടികളെ ഉറക്കാൻ കിടത്താറുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല കോൺവെർസേഷന് ഡെഡിക്കേറ്റ് ചെയ്യുക. അതുവരെ അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് അവരെ ദേഷ്യപ്പെടാനോ അവരെ കുറ്റപ്പെടുത്താനോ ഒന്നും ആ ഒരു സമയം വിനിയോഗിക്കില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ സ്കൂളിൽ പോകാൻ റെഡിയായിരിക്കുമ്പം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ മാത്രം പെരുമാറുക.